അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മോഡിഫയർ ആണ് സൈനസ്. അതായത് ഒരു വാല്യൂ, ഒരു ഡാറ്റ ടൈപ്പിന്റെ വാല്യൂ കോഡ് ചെയ്തിട്ടുള്ളത് പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ എന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അതായത് ഇറ്റ് ഡിസൈഡ് whether the data type is capable of holding both positive and negative value or not. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വന്നത്. ഒരു ഡാറ്റ ടൈപ്പിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ നിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുക ഇന്റ് ഡാറ്റ ടൈപ്പ്, അതേപോലെ തന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇന്റ് നമ്പർ, ക്യാരക്ടർ CH, ക്യാരക്ടർ ഓപ്ഷൻ, അങ്ങനെ വല്ല വേരിയബിൾ ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലാണ് ഇത് യൂസ് ചെയ്യുക. ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഓൺലി applicable on integral data type. Data types ഏതൊക്കെയാണ്? ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ് ഇന്റ്, ക്യാരക്ടർ. ഇന്റിലും ക്യാരക്ടറാണ് നമ്മളിത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ സിൻഡെക്സ് എന്താണെന്ന് നോക്കി നോക്കാം. സിൻഡെക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്. അതിന്റെ സിൻഡെക്സ് പറഞ്ഞാൽ സൈൻഡ്നെസ് അതിക്ക് കൊടുക്കുക, അതിനുശേഷം ഡാറ്റ ടൈപ്പ് നെയിം കൊടുക്കുക, അതിനുശേഷം വേരിയബിൾ നെയിം. ഇതാണ് ഇതിന്റെ സിൻഡെക്സ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അതായത് അൺസൈൻഡ് ഇന്റ് നം പണ്ട് നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അൺസൈൻഡ് ക്യാരക്ടർ ഓപ്ഷൻ. ഇങ്ങനെ നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിൽ രണ്ട് ടൈപ്പ് ഉള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. ആദ്യത്തെ ടൈപ്പ് പറഞ്ഞാൽ സൈൻഡ് ആണ്. അതാണ് ഫസ്റ്റത്തെ ടൈപ്പ്. അപ്പോൾ ആദ്യക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റത്തെ സൈൻഡ്. നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഒരു ക്യാരക്ടർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക. അതായത് ജസ്റ്റ് ക്യാരക്ടർ CH കൊണ്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം സൈൻഡ് ക്യാരക്ടർ CH ആണ്. സൈൻഡ് ക്യാരക്ടർ CH എന്നാണ്. അതിന് നമുക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഹോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡീഫോൾട്ട് ആയിട്ട് നമ്മളൊരു ജസ്റ്റ് ഇന്റ് നമ്പർ എടുത്തൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അത് സൈൻഡ് ആയിരിക്കും. സൈൻഡ് ഇന്റ് നം അതിന് ഈക്വൽ ആയിരിക്കും. ജസ്റ്റ് ഇവിടെയും കൊടുക്കണോട്ടോ സെമിക്കോൺ. ജസ്റ്റ് നമ്മൾ വേരിയബിൾ ക്യാരക്ടർ CH കൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് സൈൻഡ് ക്യാരക്ടർ CH ആയിരിക്കും. അതേപോലെ ഇന്റ് നമ്പർ കൊണ്ട് ജസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് അതിന്റെ മീനിങ് പറഞ്ഞാൽ സൈൻഡ് ഇന്റ് നമ്പർ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് സൈൻഡ് ആയിരിക്കും. അതിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? ഇറ്റ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. അതായത് ആ ഡാറ്റ ടൈപ്പിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഹോൾഡ് ഡാറ്റ ടൈപ്പിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഹോൾഡ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂ. പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ക്യാരക്ടർ CH അല്ലെങ്കിൽ ക്യാരക്ടർ ഓപ്ഷൻ എന്തെങ്കിലും വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഈ ക്യാരക്ടറിന്റെ സൈസ് എത്രയാണ്? ക്യാരക്ടറിന്റെ സൈസ് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ 1 ലിറ്റർ അല്ലെങ്കിൽ ഒരു 5 ലിറ്ററിന്റെ കുപ്പി എന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കുപ്പിയിൽ കൊള്ളാവുന്ന വെള്ളത്തിന് ഒരു ലിമിറ്റ് ഉണ്ട്. 5 ലിറ്ററിന്റെ അത്ര വെള്ളം അതിൽ കൊള്ളുന്നുണ്ട്. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അതിൽ കൊള്ളില്ല. അതേപോലെ ക്യാരക്ടറിനും നമ്മുടെ മെമ്മറിയിൽ ആകെ സൈസ് ഉള്ളത് 1 ബൈറ്റ് ആണ്. അപ്പൊ ആ 1 ബൈറ്റിൽ ഹോൾഡ് ചെയ്യാവുന്ന വാല്യൂസ് അതിന് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വലിയ വാല്യൂസും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്യാരക്ടറിനും 1 ബൈറ്റ് ആണ് സൈസ്. അപ്പൊ എല്ലാ ഡാറ്റ ടൈപ്പിനും നമുക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. റേഞ്ച് ഓഫ് വാല്യൂസ് ആണ് ഹോൾഡ് ചെയ്യാൻ പറ്റുക. അത് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും. കാരണം നമ്മുടെ സൈൻഡിൽ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ക്യാരക്ടറിന്റെ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കി നോക്കാം. നമ്മുടെ ക്യാരക്ടർ പറഞ്ഞ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. ഈ 8 ബിറ്റ് ആണ് നമുക്ക് ക്യാരക്ടറിന് അലൗഡ്.
അപ്പോൾ ഈ 8 ബിറ്റിൽ നമുക്ക് ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് ഉണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ക്യാരക്ടറിൽ 8 ബിറ്റിൽ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിന് പറയുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റിന് പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, LSB. അതായത് LSB എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. MSB പറഞ്ഞാൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ആണ്. പേര് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ബിറ്റ് MSB ആണ്, അതുകൊണ്ടാണ് അതിന് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് പറയുന്നത്. LSB എന്ന് പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, അധികം പ്രാധാന്യമില്ലാത്ത ബിറ്റ്. ഈ MSB ബിറ്റ് ആണ് നമ്മുടെ ഒരു വാല്യൂ പോസിറ്റീവ് ആണോ അത് നെഗറ്റീവ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. അതായത് MSB ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ, MSB ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ ഈ MSB ബിറ്റ് അതാണ് നമ്മുടെ പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ എന്ന് തീരുമാനിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ഫോർ സൈൻ ബിറ്റ്, ഡെഡിക്കേറ്റഡ് ഫോർ സൈൻ ബിറ്റ്, അതായത് MSB ബിറ്റ് 0 ആണെങ്കിൽ അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, MSB ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ക്യാരക്ടറിലെ പോസിറ്റീവ് വാല്യൂന്റെ നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച് എത്രയാണെന്ന് നോക്കി നോക്കാം. ഞാൻ ആദ്യം ഇപ്പോൾ പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച് ആണ് നോക്കുന്നത്. പോസിറ്റീവ് വാല്യൂ നമ്മുടെ 8 ബിറ്റാണ് നമ്മുടെ ക്യാരക്ടറിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ബിറ്റ് 0 ആയിരിക്കും, അതാണ് MSB ബിറ്റ്. 0 ആണെങ്കിലാണ് പോസിറ്റീവ് വാല്യൂ. അപ്പോൾ 0 0 0 0 0 0 ടു 0, ആദ്യത്തെ ബിറ്റ് 0, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ 1. ഇതാണ് നമ്മുടെ പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച്. പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച് എത്രയാണ്? എല്ലാ വാല്യൂ 0 ആണെങ്കിൽ ആ വാല്യൂ 0 ആണ്. പിന്നെ 2, ഈ വാല്യൂന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ എത്രയാണ് ജസ്റ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 127 കിട്ടുക. നമുക്ക് നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച് നോക്കി നോക്കാം. നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച് പറഞ്ഞാൽ ആദ്യത്തെ ബിറ്റ് 1 ആയിരിക്കണം, മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആയിരിക്കണം, അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ 0. 2 ഏതൊരു വരെ പോകും? ആദ്യത്തെ ബിറ്റ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1, ബാക്കിയുള്ളതൊക്കെ 1. ഇതാണ് നമ്മുടെ നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ്. ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് വെച്ചിട്ടാണ് ഈ ഒരു നെഗറ്റീവ് ബൈനറി സംഖ്യയുടെ ആക്ച്വൽ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ടൂസ് കോംപ്ലിമെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ടൂസ് കോംപ്ലിമെന്റ് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ സംഖ്യ അറിയാം, സംഖ്യ നെഗറ്റീവ് സംഖ്യയാണെന്ന് അറിയാം. എങ്ങനെയാണ്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് നെഗറ്റീവ് സംഖ്യയാണ്. അപ്പൊ ഈ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ആ സംഖ്യ എഴുതുക 1000000. അതിനുശേഷം നമ്മൾ അതിന്റെ ഫസ്റ്റ് കോംപ്ലിമെന്റ് എടുക്കുക, അതായത് 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ഇടുക, 1 ഉള്ള സ്ഥലത്തൊക്കെ 0 ഇടുക, 0 ഉള്ളിടത്തൊക്കെ 1 ഇടുക. അതിനുശേഷം ഇതിൽ കൂടെ 1 ആഡ് ചെയ്യുക. ഇപ്പൊ കിട്ടിയ സംഖ്യ ഇല്ലേ ഇതിൽ കൂടെ നമ്മൾ 1 ആഡ് ചെയ്യുക. ഇത് കൂടെ നമ്മൾ ആഡ് 1 ആഡ് ചെയ്യുക, പ്ലസ് 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത് എത്ര കിട്ടുക? ഔട്ട്പുട്ട് 1 ആഡ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അത് നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ട്. 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 1 കിട്ടും, 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും, അതിനുശേഷം ബാക്കി വരുന്ന 1 ഇവിടെ കൊടുക്കും. അത് നിങ്ങൾ എങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്യുക, ബൈനറി അഡീഷൻ. ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞാൽ 1 0 0 0 0 0 0 0, ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുക ബൈനറി അഡീഷൻ ചെയ്യുമ്പോൾ. അപ്പൊ ഈ വാല്യൂ എത്ര ശരിക്കും? ഈ വാല്യൂ ശരിക്കും നമ്മൾ 128 ആണ് ഇതിന്റെ വാല്യൂ, 128. നമുക്ക് ഓൾറെഡി അറിയാം ഈ വാല്യൂ നമുക്ക് നെഗറ്റീവ് ആണെന്ന്. അപ്പൊ ഒറിജിനൽ വാല്യൂ എത്രയാണ്? -128 ആണ്. അതേപോലെ തന്നെ ഈ വാല്യൂന്റെ കണ്ടുപിടിക്കുക, അല്ലാതെ വാല്യൂസും 1 ഉള്ളതിന്റെ. അപ്പൊ കണ്ടുപിടിക്കാൻ ആദ്യം 1 1 1 1 1 1 1 1, അതിനുശേഷം ടൂസ് കോംപ്ലിമെന്റ് ഫസ്റ്റ് കോംപ്ലിമെന്റ് എഴുതുക, അതായത് 1 ഉള്ളിടത്തൊക്കെ 0 ഇടുക, 0 ഉള്ളിടത്തൊക്കെ 1 ഇടുക. അതിനുശേഷം അതിൽ കൂടെ ആഡ് 1 ആഡ് ചെയ്യുക. 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഔട്ട്പുട്ട് കിട്ടുക? 0 0 0 0 0 0 0 1, ഇതാണ് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുക. അപ്പൊ ഈ വാല്യൂ കറസ്പോണ്ടിങ് എത്രയാണ്? 1ന്റെ വാല്യൂ ആണ്. ഈ വാല്യൂ കറസ്പോണ്ടിങ് 1ന്റെ വാല്യൂ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൈനസ് നെഗറ്റീവ് സംഖ്യ എന്ന് ഓൾറെഡി അറിയാം. അപ്പൊ ആക്ച്വലി അത് ഏതാണ് സംഖ്യ? -1 ആണ്. അപ്പൊ ടൂസ് കോംപ്ലിമെന്റ് വെച്ചിട്ടുള്ള എങ്ങനെ കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നെഗറ്റീവ് വാല്യൂന്റെ റേഞ്ച് നമുക്ക് കിട്ടി -128 ടു -1. പോസിറ്റീവ് വാല്യൂന്റെ റേഞ്ച് കിട്ടി 0 to 127. ഇതൊരു നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. നമുക്ക് റേഞ്ച് ഓഫ് സൈൻഡ് ക്യാരക്ടർ കിട്ടി. റേഞ്ച് ഓഫ് സൈൻഡ് ക്യാരക്ടർ എത്ര കിട്ടി? സൈൻഡ് ക്യാരക്ടർ എത്ര കിട്ടി? -128 to -127 വാല്യൂ.
-128 to 127 ആണ് നമ്മുടെ റേഞ്ച്. അതായത് പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ -0 to 127, 0 to 127 ഇതാണ് പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ -1 to -128. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. -2n-1 to 2n-1 അതാണ് ഇതിന്റെ ജനറൽ ഫോം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ആണ്. ഇതാണ് നമ്മുടെ ജനറൽ ഫോം ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബിറ്റ് ആണ്. n എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര ബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്പർ ഓഫ് ബിറ്റ്സ് ആണ് n എന്ന് ഉദ്ദേശിക്കുന്നത്. അത് എത്ര ബിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ 8 ബിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വാല്യൂസ് എത്ര വരിക, ഇവിടെ 8 ബിറ്റ് യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് -2^8 - 1 അതായത് -2^7 എന്ന് വരും. -2^7 to +2 എത്ര വരിക, +2^7 - 1 2^7 - 1 ഇത് എത്ര വരിക അതിന്റെ ടോട്ടല്, -2^7 പറഞ്ഞാൽ -128, 2^7 പറഞ്ഞാൽ 128, 128 - 1 പറഞ്ഞാൽ 127. ഇതാണ് നമ്മുടെ ക്യാരക്ടറിന്റെ റേഞ്ച്. ഇതേപോലെ നമുക്ക് ഇന്റിജറിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ഇന്റിജറിന്റെ അല്ല ഷോർട്ട് ഇന്റിന്റെ കണ്ടുപിടിക്കണമെങ്കിൽ ഷോർട്ട് ഇന്റിന്റെ സൈസ് പറഞ്ഞാൽ എത്രയാണ്, ഷോർട്ട് ഇന്റിന്റെ സൈസ് പറഞ്ഞാൽ 2 ബൈറ്റ് ആണ്. 2 ബൈറ്റ് പറഞ്ഞാൽ 16 ബിറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 16 ബിറ്റ്സ്. അപ്പൊ n-ന്റെ വാല്യൂ എത്ര വരിക, n പറഞ്ഞാൽ 16 ആണ് വരിക. അപ്പൊ നമുക്ക് അതിന്റെ വേണമെങ്കിൽ എഴുതണമെങ്കിൽ എഴുതാൻ പറ്റും. ഷോർട്ടിന് എത്ര വരിക, 2^16 - 1 2^16 - 1 to 2^60 - 1 അല്ല -2^60 - 1 to 2^60 - 1 2^16 - 1 സീക്രട്ട് എത്ര വരിക, ഒരു വാല്യൂസ് വരും, -32,768 to പോസിറ്റീവ് വാല്യൂ എത്ര വരിക, 32,767. ഇതാണ് നമ്മുടെ 2 ബൈറ്റ്സിന് വരിക. ഇതേപോലെ 4 ബൈറ്റ്സിന് ഇന്റിജറിന് നിങ്ങൾക്ക് ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യാരക്ടറിലെ ഏറ്റവും വലിയ വാല്യൂ. ഇതാണ് ഏറ്റവും വലിയ വാല്യൂ പറഞ്ഞാൽ 0 0 0 0 അല്ല, ഏറ്റവും വലിയ വാല്യൂ അല്ലേ, നമ്മുടെ ക്യാരക്ടറിലെ ഏറ്റവും വലിയ വാല്യൂ ഇതാ. ആദ്യത്തെ വാല്യൂ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആയിരിക്കണം, എങ്കിലാണ് പോസിറ്റീവ് വാല്യൂ ആയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ 1. ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ. ഈ വാല്യൂ എത്രയാണ്, 127 ആണ്. ഈ 127 കൂടെ നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 128 കിട്ടില്ല. ശരിക്കും ആക്ച്വലി 128 ആണ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് എത്ര കിട്ടുക, നമ്മൾ ജസ്റ്റ് 1 ആഡ് ചെയ്ത് വിചാരിക്കുക, ഇത് കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എത്ര കിട്ടുക, 1 0 0 0 0 0 0 0. ജസ്റ്റ് നിങ്ങൾ ബൈനറി അഡീഷൻ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക 1 0 0 0 0 0 0. ഇതാണ് ഔട്ട്പുട്ട് കിട്ടുക. ഇത് കറസ്പോണ്ടിങ് 128ന്റെ വാല്യൂ ആണ്, -128. അതായത് ഇവിടെ ഓവർഫ്ലോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ 127 കൂടെ ജസ്റ്റ് നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 128 കിട്ടില്ല. അപ്പൊ നമ്മുടെ റേഞ്ചിൽ തന്നെ എങ്ങനെ കളിക്കും, അതായത് 0 to 127, അതിനുശേഷം പിന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -128. ഇനി ഇത് കൂടെ 1 ജസ്റ്റ് ഞാൻ വീണ്ടും ആഡ് ചെയ്തിരിക്കുക, ഇത് കൂടെ ഞാൻ ജസ്റ്റ് വീണ്ടും 1 ആഡ് ചെയ്തിരിക്കുക, -128 കൂടെ 1 വീണ്ടും ആഡ് ചെയ്തിരിക്കുക, +1. അതായത് ഞാൻ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക, അടുത്ത് കിട്ടുന്ന വാല്യൂ -127 ആണ് കിട്ടുക. പിന്നെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -126 കിട്ടും. പിന്നെ വീണ്ടും ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ആഡ് ചെയ്ത് പോയാൽ -125 കിട്ടും. പിന്നെ വീണ്ടും 1 ആഡ് ചെയ്ത് പോയാൽ ഏറ്റവും അവസാനം -1 കിട്ടും. പിന്നെ -1 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. പിന്നെ അങ്ങനെ ആഡ് ചെയ്ത് പോയി 126 കിട്ടും. പിന്നെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 127 കിട്ടും. പിന്നെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും -128 കിട്ടും. അങ്ങനെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -127 കിട്ടും. പിന്നെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. -127 പിന്നെ വീണ്ടും -126. ആ റേഞ്ചിലുള്ള വാല്യൂസിന് ഒരു സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ക്യാരക്ടറിൽ നടക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് അൺസൈൻഡ് വാല്യൂ. നമ്മളിപ്പോൾ പഠിച്ചത് സൈൻഡ് ആണ്. നമുക്ക് പഠിക്കാനുള്ളത് അൺസൈൻഡ് വാല്യൂ. ഇത് നമ്മൾ യൂസ് ചെയ്യുക ഇന്റ് ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ക്യാരക്ടർ ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓൺലി പോസിറ്റീവ് വാല്യൂ മാത്രമേ ഇത് ഹോൾഡ് ചെയ്യൂ. ഇതിന് നോ MSB ബിറ്റ് എന്ന കൺസെപ്റ്റ് ഇതിലില്ല. നോ
MSB bit dedication. No MSB bit dedication for sign bits. അതായത് എല്ലാ ബിറ്റ്സും നമ്മൾ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് കൊടുക്കുക. സൈൻ ബിറ്റിനായിട്ട് നോ ഒരു MSB ബിറ്റും നമ്മുടെ അൺസൈൻഡിൽ ഇല്ല. ഇതിന്റെ സിൻഡെക്സ് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിട്ട് അൺസൈൻഡ് പിന്നെ അതിനുശേഷം ഇന്റ് വേരിയബിൾ നെയിം നം അല്ലെങ്കിൽ അൺസൈൻഡ് ക്യാരക്ടർ CH ഇങ്ങനെയാണ് നമുക്ക് സിൻഡെക്സ് കൊടുക്കാൻ പറ്റുക. അപ്പൊ ഇതിൽ നമ്മൾ ഏറ്റവും ചെറിയ വാല്യൂ എത്ര വരിക നമ്മുടെ ക്യാരക്ടർ പറഞ്ഞാൽ എത്രയാണ്? ക്യാരക്ടർ പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. 1 ബൈറ്റ് അതായത് 8 ബിറ്റ്. അപ്പൊ നമ്മുടെ ക്യാരക്ടറിലുള്ള വാല്യൂസ് എത്ര വരിക? 0 0 0 0 0 പിന്നുള്ള വാല്യൂ 1 1 1 1 1 1 1. ഇതാണ് നമ്മുടെ വാല്യൂസ്. റേഞ്ച് പറഞ്ഞാൽ ഈ 8 ബിറ്റ് 0 ആണ്. 8 ബിറ്റ് 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 0 ആണ്. പിന്നുള്ള 8 ബിറ്റ് 1 ആണ്. ആ വാല്യൂ പറഞ്ഞാൽ 255 ആണ് വരിക. ഇതിന്റെ റേഞ്ച് പറഞ്ഞാൽ 0 to 255. ഇതിന് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ഇതിന് നമുക്ക് ജനറൽ ഫോം ആയിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. അതായത് ജനറൽ ഫോം ആയിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. അതിന്റെ ഇക്വേഷൻ പറഞ്ഞാൽ 0 to 2 raised to n minus 1. ഇവിടെ n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബിറ്റിനെ കേട്ടോ. n എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബിറ്റ്സ്. ഇവിടെ 8 നമ്മുടെ ക്യാരക്ടറിന്റെ സൈസ് 1 ബൈറ്റ് 8 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 0 to 2 raised to 8 minus 1. 2 raised to 8 സെപ്പറേറ്റ്, അത് മൈനസ് 1 രണ്ട് സെപ്പറേറ്റ് ആണ്. അപ്പൊ 0 to 2 raised to 8 പറഞ്ഞാൽ 256 ആണ്. 0 to 256 minus 1 is equal to 0 to 255. ഇങ്ങനെയാണ് അതിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പൊ ജനറൽ ഫോർം പറഞ്ഞാൽ 0 to 255. പിന്നുള്ള അടുത്തതാണ് കോൺസ്റ്റന്റ് കീവേഡ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് കോൺസ്റ്റന്റ് കീവേഡ്. ഇതൊരു ക്വാളിഫയർ ആണ്. അത് എന്തിനാ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു പോയിന്റ് നമുക്ക് പിന്നെ നോക്കാം. ഒരു വേരിയബിൾ മോഡിഫൈ ചെയ്യാണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്യുക. അതായത് ഇതിനെ നമ്മൾ കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പ് ഇന്റ്, പിന്നെ വേരിയബിളിന്റെ നെയിം നം, ഇങ്ങനെയാണ് നമ്മൾ അസൈൻ ചെയ്യുക. കോൺസ്റ്റന്റ് ഇന്റ് നം. ഇതെന്തിനാ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ വാല്യൂ കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ഇനിഷ്യലൈസേഷൻ. നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ നോക്കി നോക്കാം. അതായത് ഒരു വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തതിനു ശേഷം ആ വാല്യൂ ചേഞ്ച് ചെയ്യാണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കീവേഡ് യൂസ് ചെയ്യുക. എന്തിനെ ഹെൽപ്പ് ചെയ്യുക? ടു പ്രിവെന്റ് ആക്സിഡന്റൽ മോഡിഫിക്കേഷൻ. നമ്മളൊരു പ്രോഗ്രാമിൽ അറിയാണ്ട് ഒരു വാല്യൂ മാറാണ്ടിരിക്കാം. ഒരു വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ അങ്ങനത്തെ സാഹചര്യങ്ങൾ നമുക്ക് കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്യാം. അതിന്റെ ജസ്റ്റ് ഒരു പ്രോഗ്രാം നമുക്ക് നോക്കി നോക്കാം. അതിനിവിടെ ഇന്റ് നം ഈസ് ഈക്വൽ ടു 45 കൊടുത്തു. അതിനുശേഷം പ്രിന്റ് എഫ് നം ഈസ് ഈക്വൽ ടു പെർസെന്റേജ് നം. അപ്പൊ ഇവിടെ 45 എന്ന് പ്രിന്റ് ചെയ്യും. നം ഈസ് ഈക്വൽ ടു 45 എന്ന് പ്രിന്റ് ചെയ്യും. നം ഈസ് ഈക്വൽ ടു 56. അടുത്ത ലൈനിൽ ഞാൻ നമ്മിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു. അതായത് ഈ നമ്മിന്റെ അവിടെ നമ്മൾ 45 ആണ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ നമ്മിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ആക്കി. നം ഈക്വൽ ടു 56 കൊടുത്തപ്പോൾ ആ വാല്യൂ അപ്ഡേറ്റ് ആയിട്ട് 56 ആയി. ഇനി ഞാൻ വീണ്ടും പ്രിന്റ് ചെയ്യണം. പ്രിന്റ് എഫ് മോഡിഫൈഡ് നം ഈസ് ഈക്വൽ ടു. അപ്പൊ ഇവിടെ അപ്ഡേറ്റ് ചെയ്ത 56 ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാം സേവ് ചെയ്യുക. അതിനുശേഷം കമ്പൈൽ ചെയ്യുക. GCC program.c. അപ്പൊ കമ്പൈൽ ആയി. ഞാൻ ജസ്റ്റ് റൺ ചെയ്യുക. അപ്പൊ കണ്ട നം ഈക്വൽ ടു 45 മോഡിഫൈഡ് നം ഈസ് ഈക്വൽ ടു 56. ഇതിന് പറയാൻ കോൺസ്റ്റന്റ് നം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കുക. കോൺസ്റ്റന്റ് ഇന്റ് നം. ഇനി നമ്മൾ ഈ പ്രോഗ്രാം റൺ ചെയ്യാന്ന് വിചാരിക്കുക. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം സേവ് ചെയ്തു. അതിനുശേഷം കോൺസ്റ്റന്റ് ഇന്റ് നം ഈക്വൽ ടു 45 കൊണ്ട് അസൈൻ ചെയ്തു. അതിനുശേഷം പ്രിന്റ് ഓഫ് പെർസെന്റേജ് നം. അതിനുശേഷം ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നമ്മൾ ആ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണം, അതായത് മോഡിഫൈ ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എന്താ വരിക? ഈ പ്രോഗ്രാമിൽ എറർ മെസ്സേജ് കിട്ടും 7th ലൈനിൽ. ജസ്റ്റ് റൺ ചെയ്യാണ്. GCC program.c ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ 7th ലൈനിൽ എറർ കിട്ടി. എന്താ എറർ? അസൈൻമെന്റ് ഓഫ് റീഡ് ഓൺലി വേരിയബിൾ നം. അതായത് നം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി വേരിയബിൾ ആണ്. നമുക്ക് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, നമുക്ക് അതിൽ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഈ ലൈനിൽ എന്താ ചെയ്യണത്? നം ഈക്വൽ ടു 56 കൊണ്ട് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. മോഡിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എറർ കിട്ടും. അതിനാണ് കോൺസ്റ്റന്റ് കീവേഡ് യൂസ് ചെയ്യുന്നത്.